സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി കാട്ടാക്കട ചെമ്പനാക്കോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപം ശിവസേന നേതൃത്വം നൽകുന്ന തൊഴിലാളി യൂണിയൻ ആയ RKS രാഷ്ട്രീയ കർമ്മചാരി സേന ചെമ്പനാക്കോട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വളരെ ഭംഗിയായും ഭക്തി നിർഭരമായും നടന്നു. കാട്ടാക്കട മണ്ണിൽ ചെമ്പനാക്കോട് ആദ്യമായാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഭക്തിയോടുകൂടിയും എല്ലാവിധ ആദരവോടുകൂടിയും നടത്തിയത്. ഇത് ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾക്കും പരിസരവാസികൾക്കും വളരെ സന്തോഷവും ആനന്ദവും ആറടിക്കുന്ന ഒരു ഉത്സവവുമായി മാറി. പൊങ്കാല മഹോത്സവത്തിന് ചെമ്പനാക്കോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയും കീഴ്ശാന്തിയും മുഖ്യ കർമ്മിത്വം വഹിച്ചു. ശിവസേനയുടെ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പേരൂർക്കട ഷിബു ഭദ്രദീപം തെളിയിച്ചു. പൊങ്കാല കോർഡിനേറ്റർ രശ്മി, വനിതാ വിഭാഗം മണ്ഡലം ചീഫ് കോർഡിനേറ്റർ കൃഷ്ണപ്രശാന്ത്, യൂണിയൻ സെക്രട്ടറി പ്രശാന്ത്, നേതാക്കളായ മിഥുൻ, അനന്തു, മധു, വിനു, മണികണ്ഠൻ, സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. ആറ്റുകാൽ അമ്മയുടെ നാമധേയത്തിൽ പൊങ്കാല ഇടാൻ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് പട്ടുസാരി നൽകി. കൂടാതെ ലഘുഭക്ഷണങ്ങളും കുടിവെള്ളവും അന്നദാനവും നൽകുകയുണ്ടായി. നമസ്കാരം, ഞാൻ ശിവസേന RKSന്റെ കാട്ടാക്കട നിയോജക മണ്ഡലം വനിതാ പ്രസിഡന്റാണ്. നമ്മളിന്നിവിടെ ഒരു പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പോകാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ശിവസേന RKS ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുടെ ഒരുപാട് സഹകരണവും നമുക്കൊപ്പം ഉണ്ട്. നമ്മളോട് അവർ സഹകരിക്കുകയും ഇന്നലെ മുതൽ നമ്മളെ കൂടെ നിൽക്കുകയും നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്ത് എല്ലാ ഇതിനോടും കൂടി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഞാനിതുവരെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട്. ഇപ്പം എനിക്ക് എൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കിന്ന്, അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പം തന്നെ 20ഓളം പൊങ്കാല നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇതിൽ നിന്നും ഗംഭീരമായിട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ കാട്ടാക്കട മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. അതിൽ നല്ല സന്തോഷമുണ്ട്. അടുത്ത വർഷം ഇതിലും ഭംഗിയായിട്ട് നമുക്ക് പൊങ്കാല നടത്തണം. അതിൽ എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാ സഹകരണവും സപ്പോർട്ടും നമുക്ക് വേണം. എനിക്ക് അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ഞാൻ അമ്മയുടെ നടയിലുള്ള പൊങ്കാല ഇടുകയാണ്. എനിക്ക് അടുത്ത വർഷവും വരാനായിട്ട് എനിക്ക് ശരീരസുഖം തരണം എങ്കിൽ ഞാൻ വരും. ഈ നാടിനെ ഉത്സവമാക്കി മാറ്റി തരണം. പൊങ്കാലയിടാൻ എല്ലാ വർഷവും സഹായിക്കട്ടെ എന്ന് അമ്മയുടെ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ ശിവസേനയുടെ തൊഴിലാളി യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. കാട്ടാക്കട ദേശത്ത് ഇതുവരേക്കും ആറ്റുകാൽ അമ്മയുടെ പേരിലൊരു പൊങ്കാല സമർപ്പണം നടന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ പരിസരവാസികളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും ഇതുവരേക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയത് കണക്കിൽ കൂട്ടി ആറ്റുകാൽ അമ്പലത്തിലേക്ക് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുവാൻ എത്താൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് ചെമ്പനക്കോട് ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ശിവസേന നേതൃത്വം നൽകുന്ന ഷിൻഡെ വിഭാഗം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കർമ്മചാരി സേന തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനിക്കുന്നു. അതോടൊപ്പം അമ്മയ്ക്ക്, സാക്ഷാൽ ആറ്റുകാൽ അമ്മയ്ക്ക് കോടി പ്രണാമങ്ങളും അർപ്പിക്കുന്നു. ഇനിയും വരുംകാലങ്ങളിലും ഈ ദേശത്ത് ഒരു പൊങ്കാല മഹോത്സവം വലിയൊരു ഉത്സവമായി മാറട്ടെ എന്നും അതിനായിട്ട് ഈ ദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും നന്മയും എല്ലാവിധ ഐശ്വര്യങ്ങളും ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാൽ അമ്മ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ പൊങ്കാല മഹോത്സവത്തിന് RKS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കിടപ്പാടും ആശംസകളും അർപ്പിച്ചു. നമസ്കാരം, ശിവസേന RKSന്റെ തൊഴിലാളി യൂണിയൻ കാട്ടാക്കട മണ്ഡലം കോർഡിനേറ്ററായിട്ടാണ് ഞാൻ
വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ടാണ് കാട്ടാക്കട ചെമ്പനാകോട് ദേശത്ത് ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല എന്ന ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ഭക്തജനങ്ങൾക്ക് നമുക്കിവിടെ തന്നെ പൊങ്കാല അർപ്പിക്കാനായി ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഇതുവരെയും സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കുമെന്നും ഇനി ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു.